ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടാണ്, കമ്പ്യൂട്ടർ ഇവല്യൂഷനെ പറ്റിയിട്ടാണ്. മാൻകൈൻഡിന് എത്രത്തോളം ഉപകാരമാണ് കമ്പ്യൂട്ടർ ഈ ഒരു ജനറേഷന് കിട്ടുന്നത് നോക്കി നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് കമ്പ്യൂട്ടർ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. ഈ നമ്മൾ പറയുന്ന ഓവർവ്യൂ ഇൻ കമ്പ്യൂട്ടറിലെ ഓവർവ്യൂ മൊത്തത്തിൽ നമ്മൾ കമ്പ്യൂട്ടറിനെ ജസ്റ്റ് നമുക്ക് വിശകലനം ചെയ്ത് നോക്കാം. എന്താണ് കമ്പ്യൂട്ടർ? അതിൽ ഫസ്റ്റിന് സ്മാർട്ട് ഫോണിനെ പറ്റിയില്ലേ, സ്മാർട്ട് ഫോൺ ആൻഡ് ഇവല്യൂഷൻ ഓഫ് കംപ്ലീറ്റ് കമ്പ്യൂട്ടർ ഇവല്യൂഷൻ, അതിൻ്റെ ഒരു വളർച്ചാ കാലഘട്ടം, അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അത് വന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് 1914 and 1956 1940 കാലഘട്ടത്തിൽ 1956 വരെ 1940 to 1956 വരെയുള്ള കാലഘട്ടത്തിലെ ഫസ്റ്റ് ജനറേഷനിൽ എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയി നോക്കുക. അതാണ് അതിൻ്റെ ഒരു ഇവല്യൂഷൻ ടൈം വരുന്നത് കേട്ടോ. നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷൻ, ഈ അതായത് 1956 ശേഷമുള്ള സെക്കൻഡ് ജനറേഷനിൽ ഇത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എ കമ്പ്യൂട്ടർ ഇസ് ബേസിക്കലി പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് അക്സെപ്റ്റ് ഓഫ് ഡാറ്റ. നമുക്കറിയാം അതൊരു കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് യന്ത്രമാണ്. എന്ത് നമ്മുടെ കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് മെഷീനാണ് നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അല്ലേ. അത് ഓരോ ജനറേഷനും, അതായത് പിന്നെ നമ്മൾ ഇപ്പോൾ ഉള്ള ഈ ഒരു ന്യൂ ജനറേഷൻ എത്രത്തോളം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു നമുക്കറിയാം. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൈകളിൽ പോലും എന്താണ് കമ്പ്യൂട്ടറുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ സ്മാർട്ട് ഫോൺ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ഈ സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ, അതായത് നമ്മൾ ഒരു ടൈം അറിയാൻ, ജസ്റ്റ് നമ്മൾ ഫോണിൽ സമയം നോക്കാൻ ചിലർ ഉപയോഗിക്കുന്നവരുണ്ടാവും. സമയം മാത്രമല്ല, അതായത് പിന്നീട് ആ ഒരു സ്മാർട്ട് ഫോണിലാണ് ഇപ്പോൾ അഡ്രസ്സോ വഴിതെറ്റി ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് സ്ഥലങ്ങളിൽ പോകുന്നു. ഇനിയിപ്പോൾ ഒരു വിവാഹം ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വീട് തേടി പോകുന്നു, എവിടെ പെട്ടുപോയാൽ പെട്ടെന്ന് തിരയുന്നത്, അങ്ങനെ എല്ലാം പിന്നെ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാനും, പെട്ടെന്ന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാനും, കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് അത് മാത്സിലാണ്, സയൻസിലാണ്, ഏത് വിഷയമാവട്ടെ, ഏത് സബ്ജക്റ്റിലും നമുക്ക് എന്താക്കാൻ പറ്റും, ഏത് സബ്ജക്റ്റും നമുക്ക് പെട്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാനൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ ഓരോ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ബികോം ക്ലാസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബികോം ക്ലാസ്സിലിരിക്കുന്ന നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഇല്ല, അത് നിർബന്ധമാണ്. കാരണം നമുക്ക് എന്ത് ക്ലാസ് എന്ത് എവിടെ പോയി ടച്ച് ചെയ്താൽ നമുക്ക് എന്തും കിട്ടും. കാരണം അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാൻ അവിടെ സെർച്ചിന് അടിച്ചു കൊടുത്താൽ അത് എന്താണോ വേണ്ടത് അത് സെർച്ച് ചെയ്ത് നമുക്ക് ഏത് സെക്ഷനും കിട്ടും. ഇനിയിപ്പോൾ അമേരിക്കയിൽ ഇൻ്റർനാഷണൽ കാര്യങ്ങൾ, യുദ്ധങ്ങളാണെങ്കിൽ, ഇൻ്റർനാഷണൽ പ്രശ്നങ്ങളാണെങ്കിൽ, ബിസിനസ് രംഗത്തെ പ്രശ്നങ്ങൾ, നോളജ് ആണെങ്കിൽ, അതായത് നമ്മുടെ വിദ്യാഭ്യാസ രംഗങ്ങളാണെങ്കിൽ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ, ഇനിയിപ്പോൾ എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ്, കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഹോം മിനിസ്റ്റർ ഡിപ്പാർട്ട്മെൻറ്റ്, എന്ത് കാര്യം, നമ്മളെ ഭൂമിയിലുള്ള എന്ത് കാര്യവും നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണും എന്താണ് ഒരു ഇമ്പോർട്ടൻസ് ഘടകമാണെന്നാണ് പറയുന്നത് അല്ലേ. A computer is basically a programmable electronic device which accepts data, perform an operation on the given data and process the result, can also store the data or result as a per of a requirement. Computer has general purpose information machine that can perform a variety of tasks on data. These tasks are all related to the four basic computer operations and data, process of data, produce output and storage of result. And these computers do not only come in the front of a personal കമ്പ്യൂട്ടർ അല്ലേ. പേഴ്സണൽ കമ്പ്യൂട്ടർ നമ്മൾ PC എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ കമ്പ്യൂട്ടർ നമ്മൾ PC എന്ന് പറയും അല്ലേ. മിസ് വായിച്ച് ശ്രദ്ധിക്കാം. All store the data or result of per requirements, and computer are general purpose information of machines അല്ലേ. ജനറൽ പർപ്പസ് ആണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും, ജനറൽ ആയിട്ടുള്ളൊരു പർപ്പസ് ആണ് കമ്പ്യൂട്ടർ. ആൻഡ് ഇൻഫർമേഷൻ മെഷീൻ ദാറ്റ് ക്യാൻ പെർഫോം എ വെറൈറ്റി ഓഫ് ടാസ്ക് ഓൺ ഡാറ്റയിൽ കൊടുക്കുന്ന ടാസ്കുകൾ അല്ലേ. മിസ് നേരത്തെ പറഞ്ഞ പോലെ സകല സെക്ഷനിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ സെർച്ചിലേക്ക് അടിച്ചു കൊടുക്കുന്ന ഡാറ്റ അതൊരു ടാസ്കായി ഏറ്റെടുത്ത് അപ്പം തന്നെ റിസൾട്ട് തരുന്ന ഒരു മെഷീനാണ് നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ടാസ്ക് ഓൾ റിലേറ്റഡ് ടു ദ ഫോർ ബേസിക് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ്. എന്തൊക്കെയാണോ നമ്മൾ ടാസ്ക് എന്ന് പറയുന്ന അത് ബേസിക് കമ്പ്യൂട്ടർ ഓപ്പറേഷനിൽ ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. ഇത് ആക്സെപ്റ്റ് ഡാറ്റ, പ്രോസസ് ഡാറ്റ, പ്രൊഡ്യൂസ് data and store data. Okay, first is accept data, the second is process data, third is produce output and store ചെയ്യണമല്ലോ. ഡാറ്റ സ്റ്റോർ ചെയ്താലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിൻ്റെ റിസൾട്ട് കിട്ടാൻ പറ്റൂ. ആൻഡ് then everything with available of pool of information and popularly used for control of human being. അത് മനുഷ്യന് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ട് തരുന്ന ഒരു മെഷീനാണ് കമ്പ്യൂട്ടർ. ഇത് സിഗ്നിഫിക്കൻറ്റ് കമ്പ്യൂട്ടർ ഹാവ് മെയ്ഡ് their presence of every field and they have their significance almost every sphere
സ്ഫിയർ മീൻസ് മേഖല അല്ലെ, എല്ലാ നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിലെ നമുക്കറിയാം ഓരോരോ പാളികൾ എന്നാ പറയില്ലേ, പാളി, സ്ട്രാറ്റോസ്ഫിയർ, ഹോമോസ്ഫിയർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഫിയർ മീൻസ് പാളികൾ, ഓരോ മേഖല. ഇവിടെ പറയുന്ന പാളി എന്നല്ലേ, ഓരോ മേഖലയിൽ ഓരോ സെക്ഷനിലും സിഗ്നിഫിക്കൻസ് ആണ് ഇവിടെ പറയുന്നത് അല്ലേ. ഇൻ ദ വേൾഡിലെ തന്നെ പറയുന്നത് അല്ലേ. കമ്പ്യൂട്ടർ ഹാവ് മെയ്ഡ് ദെയർ പ്രസൻസ് ഇൻ എവറി ഫീൽഡ്. കമ്പ്യൂട്ടർ മെയ്ഡ് ഹാവ് പ്രസൻസ് ഇൻ എവറി ഫീൽഡ്. എല്ലാ ഫീൽഡിലും പ്രസൻസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീനാണ് കമ്പ്യൂട്ടർ. ഓവർവ്യൂ ആണ്, മൊത്തത്തിലൊരു അനാലിസിസ് ആണ് നമ്മൾ പറയുന്നത്. ദ വേരിയസ് ഫോംസ് ഓഫ് കണ്ടംപററി ഓഫ് ദ world, it also the significant, they have their significant almost the very sphere. Computer have taken various forms in contemporary world. Almost everyone use a personal computer at their workspace, on their home, and performing tasks and such as doing calculation. ഇനിയിപ്പോൾ കമ്പ്യൂട്ടർ നമുക്കറിയാം, കൊറോണ അങ്ങനെ നമുക്ക് സ്ഥാപനങ്ങളിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റാതിരുന്ന സമയത്ത് വീട്ടിലിരുന്ന് ഹോം അല്ലേ, അതായത് എന്താണ് ഹോമിൽ വർക്ക് ഫ്രം ഹോം, നമുക്കറിയാം വർക്ക് സ്പേസ് ഫ്രം ഹോം, വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് പല അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, പല പരസ്യങ്ങളും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് വേണം, ഒന്നുകിൽ സ്മാർട്ട് ഫോൺ വേണം, കമ്പ്യൂട്ടർ വേണം, ലാപ്ടോപ്പോ അങ്ങനെ എന്തെങ്കിലും വേണം. അതൊക്കെ കമ്പ്യൂട്ടർ മെഷീൻസ് ആണ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആണ് ആ മെഷീൻസ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റ് വരെ വന്നിട്ടുണ്ട്. അത് പ്രാക്ടിക്കലാണ്, ഇപ്പോൾ തന്നെ പിന്തുടർന്നു കൊണ്ടുപോകുന്നൊരു സംഭവമാണ്. ഇനി കൊറോണ അങ്ങനത്തെ ഓരോ രോഗ ചികിത്സ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ, അത് വലിയൊരു ക്രൈസിസ്, അങ്ങനത്തെ ഒരു ക്രൈസിസ് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും ബിസിനസ്സിലൊക്കെ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ബാങ്കിലെ ജീവനക്കാർക്കൊക്കെ അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആണ് കമ്പ്യൂട്ടർ. അപ്പോൾ അവർ ബാങ്കിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലിരുന്ന് എത്രയോ ബാങ്കിലെ ഉദ്യോഗസ്ഥരൊക്കെ വീട്ടിലിരുന്ന് ചെയ്ത് തീർക്കുന്ന വർക്കുകൾ എത്രയോ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, then computer, smartphone replacing of computer is the space of their home and performing task അല്ലേ. അവിടെ അവർ എന്ത് ചെയ്യുന്നു, ഹോമിൽ നിന്ന് പെർഫോമിംഗ് ടാസ്ക് ഏറ്റെടുക്കുന്നു, റിസൾട്ട് കൊടുക്കുന്നു. ആൻഡ് ഗെറ്റിംഗ് ഇൻഫർമേഷൻ, വാച്ചിങ് മൂവീസ് ആൻഡ് ഫോർമുലേറ്റിംഗ് ഡോക്യുമെന്റ്, എന്തൊക്കെ ചെയ്യുന്നത്, അത് കാൽക്കുലേഷൻസ്, എന്ത് ഡൂയിങ് കാൽക്കുലേഷൻസ്, സച്ച് എ പെർഫോമിംഗ് ടാസ്ക് സച്ച് ആസ് എ കാൽക്കുലേഷൻ, എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത്, നമ്മുടെ കണക്കുകൂട്ടലുകൾ, നമ്മുടെ എയിം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണോ, നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് അനുസരിച്ച് ടാസ്ക് ഏറ്റെടുത്ത് റിസൾട്ട് തരുന്നു. ആൻഡ് ഗെറ്റിംഗ് ഇൻഫർമേഷൻ, നമുക്ക് എന്ത് വിവരങ്ങൾ വേണമെങ്കിൽ അപ്പം തന്നെ ഇൻഫർമേഷൻ തരുന്നു. ആൻഡ് വാച്ചിങ് മൂവീസ്, ഇനിയിപ്പോൾ സിനിമ കാണുകയാണെങ്കിൽ അങ്ങനെയും നമുക്കത് കാണാൻ അവസരമുണ്ട്. ആൻഡ് ഫോർമുലേറ്റിംഗ് ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ ഫയലുകൾ, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ ഫയലുകൾ സേവ് ചെയ്യാൻ നമുക്ക് കമ്പ്യൂട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഓർഗനൈസ് മീറ്റിംഗ്സ്, സൂം മീറ്റിംഗ്, ഗൂഗിൾ മീറ്റ്, നമുക്ക് അതിനെപ്പറ്റി പിന്നെ പറയാനേ വാക്കുകളില്ല. കാരണം നമുക്ക് കൊറോണ പോലുള്ള വലിയൊരു രോഗം വന്ന കാലത്ത് സ്റ്റുഡൻസാണ് ഏറ്റവും കൂടുതൽ ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ, അത് നമ്മളൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ അതൊരു ഡാറ്റാ ബേസ്ഡ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഒരു ടെക്നിക്കലി കമ്പ്യൂട്ടർ ബേസ്ഡ് സംഭവം തന്നെയാണ് ഗൂഗിൾ മീറ്റിൽ. അത് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കുട്ടികൾ, ഓരോ വീട്ടിലെയും കുട്ടികൾ സ്മാർട്ട് ഫോണിലേക്ക് ലിങ്ക് അയച്ചു കൊടുത്തു, അതിൽ കയറി നേരിട്ട് മുഖാമുഖം കണ്ട് ടീച്ചറോട് കാര്യങ്ങൾ പറഞ്ഞു. കാരണം നമുക്ക് നേരിട്ട് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യം നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി ഓരോ കുട്ടി ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതൊക്കെ എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ ഒരു യുഗം കൊണ്ടുള്ള ഹെൽപ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓവർവ്യൂ ആണ്. ഈ ഒരു ഓവർവ്യൂവിൽ നമ്മളിപ്പോൾ മിസ് വായിച്ചത് ജസ്റ്റ് ആ ഒരു സെൻറ്റൻസ് വായിച്ചറ. ദെൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഓൾമോസ്റ്റ് വെരി സ്ഫിയർ മീൻസ് നമ്മൾ പൊതുവേ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ ഒക്കെ നമ്മൾ അതൊരു പാളി എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ ഓരോ മേഖലയും കമ്പ്യൂട്ടർ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഹാവ് ടേക്കൺ വേരിയസ് ഫോമോസ് കണ്ടംപററി വേൾഡ്. ഓൾമോസ്റ്റ് എവറി വൺ യൂസ് എ പേഴ്സണൽ കമ്പ്യൂട്ടർ ആൻഡ് ദെയർ വർക്ക് സ്പേസ് ഇൻ ഓൾ ദെയർ ഹോം ഓർ പെർഫോമിംഗ് ടാസ്ക് സച്ച് ആസ് എ ഡൂയിങ് കാൽക്കുലേഷൻസ്, ഗെറ്റിംഗ് ഇൻഫർമേഷൻ അല്ലേ, കാൽക്കുലേഷൻ, ഗെറ്റിംഗ് ഇൻഫർമേഷൻ, വാച്ചിങ് മൂവീസ് ആൻഡ് ഫോർമുലേറ്റിംഗ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്, ഓർഗനൈസിങ് മീറ്റിംഗ് എല്ലാം നമുക്ക് കിട്ടുന്നു. നെക്സ്റ്റ് സ്മാർട്ട് ഫോൺ റീപ്ലേസിങ്, അത്രയും കാര്യങ്ങൾ എന്തുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിലൂടെ നമുക്ക് കിട്ടുന്നു. നെക്സ്റ്റ് സ്മാർട്ട് ഫോൺ റീപ്ലേസിങ്, കമ്പ്യൂട്ടർ ഓഫ് ദീസ് ഡേയ്സ് ആർ ബീങ് റീപ്ലേസ്ഡ് ബൈ സ്മാർട്ട് ഫോൺ. ദേ ക്യാൻ ഡു many things that our everyday laptop. Computer of these days are being replaced. Okay, കമ്പ്യൂട്ടേഴ്സ് ഓഫ് ദീസ് ഡേയ്സ് ആർ ബീങ് റീപ്ലേസ്ഡ് ബൈ സ്മാർട്ട് ഫോൺ. അത് റീപ്ലേസ് ചെയ്യാണ് കമ്പ്യൂട്ടർ വേറൊരു രൂപത്തിൽ, റീപ്ലേസ്മെൻറ്റ്, അതിൻ്റെ സ്ഥാനത്ത് വേറൊരു സംഭവം റീപ്ലേസ് ചെയ്യാണ്. അതിൻ്റെ പേരാണ് സ്മാർട്ട് ഫോൺ. നമ്മുടെ എല്ലാവരുടെ കൈകളിലും സ്മാർട്ട് ഫോൺ. നമുക്ക് എന്തൊരാവശ്യത്തിനും നമ്മൾ ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് മനുഷ്യൻ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. ഓക്കെ, കമ്പ്യൂട്ടേഴ്സ് ഓഫ് ദീസ് ഡേയ്സ് ആർ ബീങ് റീപ്ലേസ്ഡ് ബൈ സ്മാർട്ട് ഫോൺ. ദേ ക്യാൻ ഡു മെനി തിങ്സ്
ഇൻ അവർ എവറി ഡേ ലാപ്ടോപ്സ് അല്ലേ, എവറി ഡേ ലാപ്ടോപ്പ് നമ്മുടെ ഡേ ടു ഡേ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ലാപ്ടോപ്പ് ആയാലും സ്മാർട്ട് ഫോൺ ആയാലും എല്ലാത്തിലും ഡാറ്റ കളക്ഷൻസും നമ്മൾ എന്ത് സെർച്ച് ചെയ്യുക കിട്ടുക അങ്ങനെ എല്ലാതും നമുക്ക് ഹെൽപ്പിംഗ് ആണെന്നാണ് പറയുന്നത്. Gadgets and desktop offer. In fact, smartphone are like micro computers which are capable for, അതായത് സ്മാർട്ട് ഫോൺ എന്തും കൂടിയാണെന്ന് പറയുന്നത് മൈക്രോ കമ്പ്യൂട്ടർ കൂടിയാണെന്നാണ് പറയുന്നത്. ഇറ്റ്സ് host data and have camera interfaces, internet browsing, test and instant messaging, Wi-Fi and geographical positioning system, GPS. എന്താണ് GPS എന്ന് പറയുന്നത്? എപ്പോഴും നമ്മൾ GPS എന്ന് പറയുന്നത് കേൾക്കുക. എന്താണത്? ജോഗ്രഫിക്കൽ പൊസിഷനിങ് സിസ്റ്റമാണ്. ഓക്കെ, ദെൻ കേപ്പബിലിറ്റീസ് ഓൺ എ സ്മാർട്ട് ഫോൺ ഇൻപുട്ട് ബി പ്രൊവൈഡഡ് ത്രൂ ടച്ച് സ്ക്രീൻ ഇൻ്റർഫിയസ് ഔട്ട്പുട്ട് ക്യാൻ ബി സി ദ സ്ക്രീൻ. ടച്ച് സ്ക്രീൻ അറിയാം നമുക്ക്. ഇപ്പോൾ ഇതിനെപ്പറ്റി GPS ഒന്നും അറിയാത്ത പിള്ളേരില്ല. നമ്മുടെ വീട്ടിൽ ഓരോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്താണ് GPS അറിയാം, കമ്പ്യൂട്ടർ എന്തറിയാം, വൈഫൈ എങ്ങനെ ഓൺ ആക്കണം എന്നറിയാം അല്ലേ. വൈഫൈ ഓൺ ആക്കി അഥവാ നെറ്റൊക്കെ തീർന്നു പോയാൽ വൈഫൈ വീട്ടിൽ കണക്ട് ചെയ്ത് അതെങ്ങനെ നമ്മളെ സ്മാർട്ട് ഫോണിലേക്ക് കണക്ട് ചെയ്യാമെന്ന് വരെ അറിയുന്ന ഒരു ജനറേഷനിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ടുഡേ സ്മാർട്ട് ഫോൺ ആർ ഇൻക്രീസ് മോർ ഇൻഫ്ലുവൻഷ്യൽ കമ്പയർഡ് ടു ദി ഡെസ്ക്ടോപ്പ് ആൻഡ് ലാപ്ടോപ്പ് വി ഹാവ് ബീൻ യൂസിങ് സിൻസ് ഇയേഴ്സ് എഗോ അല്ലേ. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സ്മാർട്ട് ഫോൺ നമുക്കറിയാം. സ്മാർട്ട് ഫോൺ ഈസ് ആൻ ഇൻക്രെഡിബ്ലി എസെൻഷ്യൽ ടൂൾ അവർ ഡെയിലി ലൈഫ്സ് അല്ലേ. എസെൻഷ്യൽ ടൂൾ ഇതൊക്കെ നിങ്ങൾക്ക് സുഖമായി സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയ സെൻറ്റൻസ് ആണ്. എസെൻഷ്യലി ടൂൾ ഇൻ അവർ ഡെയിലി ലൈഫ്സ് അല്ലേ. എസെൻഷ്യലി ടൂൾ ഇൻ ഡെയിലി ലൈഫ് നമ്മുടെ ഡെയിലി ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൂളാണ് എന്ത്? മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് അല്ലേ. അതേ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന പോലെ പോക്കറ്റിൽ അല്ലേ, നമ്മുടെ ഷർട്ട് പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. എന്ത് കമ്പ്യൂട്ടറും അതിനൊരു ബാഗൊക്കെ വേണം. പക്ഷേ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താണ്? സ്മാർട്ട് ഫോൺ ആണെന്നാണ് പറയുന്നത്. അത് നമുക്ക് പോക്കറ്റിലിരിക്കാം, ഒരു കൈ കൊണ്ട് അതെടുത്ത് നടക്കാം. നമുക്ക് ഇനിയിപ്പോൾ യാത്ര ചെയ്യുമ്പോഴും വല്ലാതെ ബുദ്ധിമുട്ടില്ലാത്തൊരു സംഭവമാണ് സ്മാർട്ട് ഫോൺ. അതേപോലെ എന്തല്ല നമുക്ക് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ എടുത്തുകൊണ്ട് നടന്നു പോകാൻ പറ്റുന്നൊരു മെഷീനല്ല എന്ത് നമ്മുടെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും. പക്ഷെ സ്മാർട്ട് ഫോൺ അങ്ങനല്ല. ഇറ്റ് ഈസ് ടൂൾ ഇൻ അവർ എവറി ഡെയിലി ലൈഫ് ആൻഡ് ദേ ആർ സ്മോളർ ഇൻ സൈസ്. എന്താ കാരണം? സ്മോളർ ഇൻ സൈസ്, അതിൻ്റെ വലിപ്പത്തിൽ അത് ഉപകാരം ചെറുതാണ്. ആൻഡ് ആർ പോർട്ടബിൾ വിച്ച് കമ്പ്യൂട്ടർ മോണിറ്റർ ആൻഡ് കീബോർഡ് ആർട്ടിലെ അത് എങ്ങനെ ഒരു കമ്പ്യൂട്ടറാണ് അതിന് മോണിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ നമുക്ക് പിടിച്ച് നടക്കാൻ ബുദ്ധിമുട്ടാവും. പക്ഷേ നമ്മുടെ സ്മാർട്ട് ഫോൺ നമുക്ക് എപ്പോഴും എടുത്തുകൊണ്ട് നടക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ദ ചെക്കിംഗ് ടു അവർ ഡെയിലി ഫീഡ് ആൻഡ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അന്നന്ന് നടക്കുന്ന അപ് ടു ഡേറ്റ്സ് ആയ സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടും. ആൻഡ് അപ്ലോഡിങ് ദി ഒക്കേഷണൽ സെൽഫ് ടു ഷെയർ ടു ദ വേൾഡ്. നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വഴി നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സോഷ്യൽ മീഡിയയിലേക്ക് അപ്ഡേറ്റ്സ് ചെയ്യാം. സ്മാർട്ട് ഫോൺ ക്യാൻ ഡു ബഞ്ച് ഓഫ് ഇമാജിനബിൾ തിങ്സ്. ഇൻ അഡീഷൻ ഇൻ പെർഫോമിംഗ് ദ ബേസിക് ഫംഗ്ഷൻ സ്മാർട്ട് ഫോൺസ് ആർ കേപ്പബിൾ ത്രൂ ദ പെർഫോം ഓഫ് വേരിയസ് കമ്പ്യൂട്ടിംഗ് ആക്ടിവിറ്റീസ് അല്ലേ. നമുക്ക് പലതരം കമ്പ്യൂട്ടർ ആക്ടിവിറ്റീസിൽ നമുക്ക് എന്ത് ചെയ്യാം? കമ്പ്യൂട്ടർ ആക്ടിവിറ്റീസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്മോൾ ആയിട്ടുള്ള ചെറിയൊരു സംഭവം എന്താണ്? നമ്മുടെ സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഓക്കെ, ഇൻ ടുഡേ സ്മാർട്ട് ഫോൺ ആർ മോർ അഡ്വാൻസ്ഡ് ദാൻ കവർ ബിഫോർ. ദ ബ്യൂട്ടി ഓഫ് ദിസ് ഇൻചാർജ് ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി ദാൻ കെ നൗ അച്ചീവ്ഡ് ബൈ അവർ സ്മാർട്ട് ഫോൺ. സ്മാർട്ട് ഫോണിൻ്റെ പ്രൊഡക്ടിവിറ്റി എത്രത്തോളമാണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ അതാണ് യൂസ് ചെയ്യാൻ കൂടുതൽ. അതായത് വിദ്യാർത്ഥികളെ ഏത് കുട്ടികളും വിദ്യാർത്ഥികളും വലിയ എന്താ പറയുക ഗ്രോണപ്പ് മെൻസും വുമൺസും എല്ലാവരും ഒരേപോലെ ഉപയോഗിക്കുന്നത് സ്മാർട്ട് ഫോൺ തന്നെയാണ്. എ സ്മാർട്ട് ഫോൺ ക്യാൻ ക്വിക്ക്ലി ആൻഡ് ഈസിലി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ വെർച്വൽ ഡെസ്ക്ടോപ്പ് പേഴ്സണൽ കമ്പ്യൂട്ടർ. അതായത് സ്മാർട്ട് ഫോണിലെ ഡാറ്റാസ് പി സി ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലെ എന്താ PC? പേഴ്സണൽ കമ്പ്യൂട്ടർ. പേഴ്സണൽ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റ കളക്ഷൻസ് അതിലേക്ക് സേവ് ആക്കാം. അതേപോലെ സ്മാർട്ട് ഫോണിലുള്ള ഡാറ്റ കളക്ഷൻസ് എങ്ങോട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാം. പേഴ്സണൽ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈവൻ ദോ it won't totally replace desktop experience, it can become to handy when required. Take a ബ്ലൂടൂത്ത് ഓർ കീബോർഡ് ആൻഡ് മൗസ്. അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ബ്ലൂടൂത്ത്, കീബോർഡ്, മൗസ് along with one of those portable external displays. You basically get your desktop setup situated just about anywhere. നമുക്ക് ഡെസ്ക്ടോപ്പിലേക്കോ അല്ലെങ്കിൽ അതിലേക്ക് സേവ് ചെയ്ത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നൊരു
ചെറിയ സ്മോളസ്റ്റ് ആയിട്ടുള്ള എപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഡാറ്റ